താമസിക്കുന്ന മുട്ടം തോട്ടുംകരയിലാണ്. ഞാനൊരു 10-30 വർഷമായിട്ട് കോയിൻ കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലെയും കോയിനുകളുണ്ട് എനിക്ക്. എൻ്റെ വെല്ലുപ്പനായിട്ട് തന്നെ കോയിനൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയായിരുന്നു. കോയിനൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ബാക്കിയായിട്ട് ഞാൻ കുറേയൊക്കെ ഞാനും ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം കുറേ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. കുറേ ഫാൻസി നമ്പർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കോയിന്. കാരണം വെച്ചാൽ എൻ്റെ ഈ കളക്ഷനും എൻ്റെ ഈ പ്രാന്ത്, ശരിക്കും ഒരു പ്രാന്ത് തന്നെയാണ് കോയിൻ എന്ന് പറയുന്നത്. ആ പ്രാന്ത് കൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ വെള്ളിക്കോയിനുകളാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. പിന്നെ ഇത് ഒരു കാശ്, ഇത് 5 പൈസ, ഓട്ടക്കാലണ, ഇത് വെള്ളിപ്പൈസയാണ്. പോർച്ചുഗൽ കോയിനാണ്. ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള കോയിനാണ്. ഇതെല്ലാം 1 പൈസയാണ്. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഡംബ് കോയിൻ എന്ന് പറയും. ലിബർട്ടിയാണ് ഇത്. ലിബർട്ടി ഡോളർ എന്ന് പറയും. അമേരിക്കയുടെയാണ്. ഇതൊക്കെ റെയറാണ്. ഇതൊക്കെ ഇത് റോമൻ്റെ കോയിനുകളാണ്. ഇത് മീൻ എംബ്ലം വരുന്ന പഴയ നമ്മുടെ 5 പൈസയാണ്. കല്യാണത്തിന് ജോർജ് കുട്ടി അന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ജോർജ് കുട്ടിയാണ് ഇത്. ജോർജ് കുട്ടി ഈ സാധനമാണ് ജോർജ് കുട്ടി. അതിന് ജോർജ് കുട്ടി എന്നാ പറയുന്നത്. ഇത് ജോർജ് 5-ാമൻ്റെ കോയിനാണ്. ഇതിന് പണ്ട് ജോർജ് കുട്ടി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത് സ്പടിക സിനിമയ്ക്കകത്ത് കാണിക്കുന്നില്ലേ, ഓട്ടക്കാലാണ്. ഇത് തായ്ലാൻഡിൻ്റെ നോട്ടാണ്. ഇത് നമ്മുടെ നോട്ടാണ്. ഇതിൻ്റെ ഫാൻസി നമ്പറാണ്. ഇത് മലയാള ഭാഷ അച്ചടിക്കുന്നതിന് മുമ്പുള്ള 1 രൂപ നോട്ടാണ്. ഇത് നമ്മുടെ പാളപ്പത്തെന്ന് പറയും. മലയാള ഭാഷ അച്ചടിക്കാത്തത് കണ്ടോ. ഇതിന് പണ്ട് പാളപ്പത്തെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ 5 രൂപ നോട്ടാണ്. പണ്ട് ആൾക്കാർ തപ്പിക്കൊള്ളുന്നില്ലേ ഈ 3 മാൻ്റെ പടമുള്ളത്. ഇത് ഇങ്ങനത്തെ കുറേ 5 രൂപ ഉണ്ട് കേട്ടോ. ഇത് സൗന്ദര്യമാണ്. കാനഡയുണ്ട്. ഒരുമാതിരി എല്ലാ രാജ്യത്തെയും കോയിനുകളുണ്ട്. ഇത് നമ്മുടെ ഹാഫണ തിരുവിതാംകൂർ കോയിനാട്ടോ. ഇത് നമ്മുടെ ആദ്യത്തെ 20 രൂപ. ഇത് നമ്മുടെ 10 രൂപ നോട്ടുകളാണ് ഇതൊക്കെ. ഇത് സിംഗപ്പൂര്. ഇത് പഴയ പാളപ്പത്തെന്ന് പറയുന്നത്. പാകിസ്ഥാനുണ്ട്. ഇത് നമ്മുടെ 1 രൂപ നോട്ടുകളാണ്. ഇത് ഇറാഖിൻ്റെയാണ്. പഴയ 500 രൂപ കണ്ടോ. അത് സൗദിയുടെ, ഇത് ഇറാഖിൻ്റെയും തന്നെ. ഇത് ഗാന്ധിപ്പത്ത് ഗാന്ധി 100. ഇത് മൊത്തം 5 രൂപയാണ്. മറ്റേ മാനിൻ്റെ മുമ്പ് കാണിച്ചില്ലേ, 5 രൂപ. ഇതും പാളപ്പത്തായത്. ഇത് 1 റിയാൽ.
ഇതെല്ലാം നമ്മുടെ 5 രൂപയ, പഴയ 5 രൂപയ. ഗാന്ധി 5 രൂപ, ഇതെല്ലാം 5 രൂപയാണ് കണ്ടോ. 5 രൂപ. ഇതെല്ലാം പഴയ 2 രൂപ. ഇത് പല ഗവൺമെൻറ് ഇട്ടേക്കുന്ന, റിസർവ് ബാങ്കിന്റെ ഗവൺമെൻറ് ഇട്ടേക്കുന്ന ഉപ്പുകളാണ്. ഇത് മലേഷ്യയാണ്. ഫ്രാൻസ് നോട്ടായത്. സിനമ്പല. ഇതെനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണേ. ഫാദർ ജീവൻ കഥകളുടെ അച്ഛൻ തന്നതാണ്. എത്തോപ്യൻ നോട്ടുകളാണ് ഇതൊക്കെ. ഇത് അമേരിക്കയുടെ ഡോളർ, $1. ഇത് അഫ്ഗാനിസ്ഥാനാണ്, 1000. ഇതൊരു വെറൈറ്റി നോട്ട്, ഗുണാന്ന് പറയും. കൊറേഷ്യൻ നോട്ടാണ്. ഇത് ശ്രീലങ്കൻ നോട്ടാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ വിൻസെന്റ് എന്ന് പറഞ്ഞ പുള്ളി എനിക്ക് തന്നതായിരുന്നു. ഇത് നമ്മുടെ തിരുവിതാംകൂർ കോയിനാണ്, പണം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ പഴയ കോയിനുകളാണ്, നമ്പെന്ന് പറയുന്ന കോയിനുകളാണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അത് ടിപ്പു സുൽത്താന്റെ കോയിനാണ്, ആന എമ്പളം വരുന്നത്. ഒന്ന് മറിച്ച് കാണിക്കും. അത് പൗണ്ടാണ്, വിക്ടോറിയ രജ്ഞി എമ്പളം വരുന്നത്. അതെല്ലാം പുതിയ. അത് മെക്സിക്കോ കോയിനാണ്. അത് കെനിയയുടെ കോയിനാണ്. അത് സൗദി അറേബ്യയുടെ കോയിനാണ്. ഇത് ബ്രസീലിന്റെ കോയിനാണ്. മറ്റേ 2014 അവരെ ലോകകപ്പിന് അടിച്ച സമയത്ത് അവരിറക്കിയതാണ്. അതെല്ലാം നമ്മുടെ പഴയ 5 പൈസ, 1 പൈസ, 10 പൈസ അങ്ങനെയുള്ള കോയിനുകൾ. അങ്ങനെയുണ്ട്, കുറേ പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ ഓട്ടക്കാരനാണ്. ഇത് കൊളംബിയ. മെക്സിക്കോയുടെ ആക്സെന്റ്. നമ്മുടെ പഴയ 1 രൂപ, തലയും പുലി എന്ന് പറയുന്നത്. ഇത് ജോർജ് 5-മൻ, നമ്മുടെ പഴയ 1 രൂപ. ഇത് വിക്ടോറിയ, നമ്മുടെ പഴയ 1 രൂപ.
ഇതെല്ലാം ഫാൻസി നമ്പറുകളാണ് കണ്ടോ.